ഹലോ നമസ്കാരം. നമ്മളിന്ന് ഒരു ഗോതമ്പട ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. പിന്നെ ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറയുന്നത് ഗോതമ്പ് പൊടി, തേങ്ങ, ശർക്കര, ജീരകം, ഉപ്പ്, കുറച്ച് ഏലക്കാപ്പൊടി, പിന്നെ നമുക്ക് ഇത് കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം, പിന്നെ വാഴയില. ഇത്രയും സാധനങ്ങളാണ് നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ ഗോതമ്പ് പൊടി ഒന്ന് കുഴയ്ക്കാം. സാധാരണ പച്ചവെള്ളത്തിൽ കുഴയ്ക്കാം. ഇതൊരു കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഒരുപാട് ലൂസ് ആവരുത്, എന്നാൽ ഒരുപാട് ടൈറ്റും ആകരുത്. നമുക്ക് കൈ കൊണ്ട് തന്നെ വാഴയില പരത്താനുള്ള ഒരു കൺസിസ്റ്റൻസി വേണം. അപ്പോൾ നമുക്ക് കുറച്ച് കൂടെ വെള്ളം ഒഴിക്കാം. ഈ വെള്ളം പോരാ. ഇപ്പം നമ്മൾ മാവ് ഈ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ച് വെച്ചിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇത് ഇച്ചിരി ഒട്ടലുള്ള മാവാണ്, നമ്മുടെ നാട്ടിലെ മാവാണ്. എന്താണെന്നറിയില്ല, ഒരു ചെറിയ ഒട്ടലുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പരത്തുമ്പം നമ്മുടെ കൈ ഇച്ചിരി ഒട്ടിപ്പിടിക്കുക. അതുകൊണ്ട് നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെക്കണം, കൈ ഒന്ന് മുക്കാൻ വേണ്ടി മാത്രമുള്ള വെള്ളം. ഒരു സ്വാദിന് വേണ്ടി നമ്മൾ കുറച്ച് നെയ്യും കൂടെ ചേർക്കുകയാണ്. ഈ നെയ്ക്കകത്തിട്ട് ഈ തേങ്ങയും ശർക്കരയും ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നിർബന്ധമൊന്നുമില്ല, പച്ചക്ക് തന്നെ ഇട്ടാലും മതി. നമ്മൾ പക്ഷേ ഒരു സ്വാദിന് വേണ്ടി ഇതുപോലെ ശർക്കരയും തേങ്ങയും നെയ്ക്കകത്തോട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അത് മൂത്ത് വരുമ്പം നമ്മുടെ ജീരകവും ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കാം. ജീരകം പൊടിച്ച് ചേർത്താൽ നന്നായിരിക്കും, കാര്യം കടിക്കില്ല. ചിലർക്ക് ജീരകം കടിക്കുന്ന ഇഷ്ടമില്ല. ജീരകത്തിൻ്റെ സ്വാദ് ഇഷ്ടമില്ലാത്തവർക്ക് ജീരകം ചേർക്കുകയും വേണ്ട. അപ്പോൾ നമ്മുടെ സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. തേങ്ങ, ശർക്കര ആവശ്യം പോലെ. നമ്മൾ കുറച്ച് ശർക്കര ഇട്ടിട്ടുള്ളൂ, വേണ്ടവർക്ക് കുറച്ചുകൂടെ കൂടുതലിടാം. ഈ നെയ്യ് ആയിക്കഴിയുമ്പോൾ ഞാൻ ശർക്കര അതിനകത്തോട്ടിടും. ശർക്കര ഇട്ട് കഴിഞ്ഞ് വേണമെങ്കിൽ നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഉരുക്കിയെടുത്തിട്ട് അതിനകത്തോട്ട് തേങ്ങ ഇടാം. എന്നിട്ട് അതിന് ശേഷം നമ്മുടെ ഏലക്കായും ജീരകവും പൊടിച്ച് ചേർക്കാം. ഓക്കെ. അപ്പോൾ ഇതാണ് ഞാൻ പൊടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന തടിയാണ്. ഇത് സിംബാബ്വേയിൽ നിന്ന് പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ചതാണ്. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ഏലക്കായും ജീരകവും കൂടെ ഇട്ട്, ഇതിൻ്റെ ഇടിക്കുന്ന കല്ലാണിത്. ഇത്ര ആർട്ടിസ്റ്റിക്കായിട്ട് ഉണ്ടാക്കിയാണ്. എനിക്കൊരു ഫ്രണ്ട് തന്നതാണ്. എനിക്ക് തോന്നുന്നു ഒരു 40 വർഷമെങ്കിലും പഴക്കമുള്ള സാധനമാണെന്ന് തോന്നിയത്. പക്ഷെ നല്ലതാണ്. നാട്ടിൽ കൊണ്ടേ വെച്ചിട്ട് അത് മുഴുവൻ പൂത്തു. നമ്മളിതുപോലെ ഒരെണ്ണം മേടിച്ച് നാട്ടിൽ കൊണ്ടേ വെച്ചു, അത് അപ്പടി പൂത്തു പോകും. നെയ്യ് മൂത്ത് വന്നതിനകത്തോട്ട് ഞാൻ ഈ ശർക്കര ഒന്നിട്ടിട്ടുണ്ട്. ഒരു നുള്ളു വെള്ളം ഒഴിക്കാം നമുക്ക് വേണമെങ്കിൽ. ശർക്കരയ്ക്കകത്ത് തേങ്ങ എന്ന് നന്നായി വരുമ്പം ഒരു അയഞ്ഞിരിക്കാതിരിക്കാം. ശർക്കര ഇപ്പോൾ ഒന്ന് ഉരുകി. ഇതിനകത്തോട്ട് ഇപ്പം നമ്മൾ തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ തേങ്ങ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നു. മറ്റേ നമ്മൾ കോഴിക്കോട്ടേക്ക് ഉണ്ടാക്കി നന്നായിട്ട് വഴറ്റുമല്ലോ, അത്രയൊന്നും വേണ്ട. ഇതിന് കുറച്ച് മധുരം നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമ്മൾ മധുരം കുറച്ചിട്ട്. കുറച്ചധികം ശർക്കര ഇട്ടാൽ നല്ല സ്വാദാണ്. ഇപ്പം നെയ്യും തേങ്ങയും ശർക്കരയുമായി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ലൂസാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഇലയിൽ കൂടെ ഒലിച്ചിറങ്ങും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത്. ഇതിനകത്തോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ജീരകവും ഏലക്കായും കൂടെ ചേർക്കാം. ഇതിനകത്ത് ഒരു നുള്ളുപ്പ്, തേങ്ങയ്ക്ക് ഒരു നുള്ളുപ്പ് ചേർക്കുകയാണെങ്കിൽ ആ ശർക്കരയുടെ മധുരം ബാലൻസ് ആവും. ഒരു നുള്ളുപ്പും കൂടെ ചേർക്കാം. നമ്മളൊരു നുള്ളുപ്പ് ചേർക്കുന്നുണ്ടെന്ന് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഉപ്പ് മതി കേട്ടോ. ഇപ്പോൾ നമ്മളൊരു വാഴയില ആവശ്യത്തിന് വലുപ്പത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതാണ് ഒരു നല്ല പാകമുള്ള ഒരു സൈസ്. വലുതായാലും ചെറുതായാലും കുഴപ്പമില്ല, പക്ഷേ ഇതാണ് നമുക്ക് പാകമായിട്ടുള്ള ഒരു സൈസ്. പക്ഷേ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കും നല്ല ചീനിച്ചട്ടികളോ നല്ല പാത്രമൊന്നും എടുക്കരുത്. ഇത് പഴയ നമ്മൾ ഉപയോഗിച്ച് അധികം പോയ ഇപ്പോൾ ഉപയോഗിക്കാൻ അത്ര കൊള്ളില്ലാത്ത ഒരു ചപ്പാത്തി തവയാണ്, ഇരുമ്പിൻ്റെയാണ്. അപ്പോൾ ഇത് ചപ്പാത്തി നമ്മൾ ഈ അട ഉണ്ടാക്കുന്നത് ഓട്ടടയെന്നാണ് പറയുന്നത്. അപ്പോൾ എണ്ണയൊന്നും ചേർക്കാതെ നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കല്ല് ചിലപ്പോൾ ചീത്തയാകാൻ വഴിയുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന തവയൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഈ ഇലയടയ്ക്കുള്ളത് തീരെ കനം കുറച്ച് മാവെടുത്തിട്ട് ഇതുകൊണ്ട് തീരെ ഇലയോട് തന്നെ ചേർന്നിരിക്കണം. ഒന്ന് വെള്ളത്തിൽ കൈ മുക്കിയിട്ട് പതിയെ ഇതൊന്ന് അമർത്തി കൊടുക്കുക. തീരെ കനം കുറച്ച് വേണം. നമുക്ക് അരിമാവ് കൊണ്ട് നമ്മൾ വേവിച്ചുണ്ടാക്കാറുണ്ട് നമ്മുടെ
ഇഡലി പാത്രത്തിലേക്ക് വെച്ച് ആവി കയറ്റി ഇത് നമ്മൾ കല്ലേ ചുട്ടെടുക്കുന്നതാണ്. അപ്പോൾ തീരെ കനം കുറച്ച് തന്നെ ഉണ്ടാക്കണം. കയ്യിലടയ്ക്കുന്ന വെള്ളം നനച്ചിട്ട് പതിയെ കനം കുറച്ച് തന്നെ പരത്തുക. ശകലം മാവെടുത്താൽ മതി. ഇത് നന്നായി തിന്നായിട്ട് പരത്തിയെടുക്കാം. പിന്നെ അമ്മ പണ്ട് ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഞാനിതിങ്ങനെ ഉണ്ടാക്കി വെക്കുക. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അമ്മ 6 മണിക്ക് കഴിയുമായിരുന്നു ഓഫീസിൽ നിന്ന് വരുമ്പോൾ. അപ്പോൾ ഞാനിതിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ചൂടോടെ കൊടുക്കുമ്പം ഭയങ്കര സന്തോഷമായിരുന്നു. അമ്മ മരിച്ചിട്ടിപ്പം 2 വർഷമാവും. മെയ്യിൽ നമ്മൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ജോലി ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മളിതുണ്ട് തീരെ കനം കുറഞ്ഞ പാകത്തിനായി. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ശർക്കരയും തേങ്ങയും വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തേങ്ങയും ശർക്കരയും നമ്മൾ ഇതിന് 2 സ്പൂണ് കഷ്ടി എടുത്തിട്ടുണ്ട്. ഒരു വശത്ത് മാത്രം വെച്ചാൽ മതി. കാര്യം ഇല അടയ്ക്കുമ്പോൾ 2 വശത്തോട്ടും ഇതായിക്കോളും. നമ്മൾ ഈ ഇല ഇങ്ങനെ അടയ്ക്കുക. എന്നിട്ട് ചൂടായി കിടക്കുന്ന കല്ലിലോട്ട് ഇതെടുത്ത് വെക്കണം. നമ്മുടെ ഇലയ്ക്കുള്ളിലെ മാവ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വശം കുറച്ച് ചൂടായി. നമുക്ക് ഈ ഇലയുടെ ഒരു ഷേപ്പ് മാറുന്ന കാണുമ്പോൾ മനസ്സിലാവും ചൂട് എത്രത്തോളം ചെന്നിട്ടുണ്ടെന്നുള്ളത്. അതനുസരിച്ച് നമ്മൾ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കണം. ഒരു വശം പെട്ടെന്ന് വേകും. കാര്യം തീരെ കനം കുറച്ചാണല്ലോ നമ്മൾ പരത്തിയേക്കുന്നത്. പെട്ടെന്ന് വേഗം. ഒരു വശം റെഡി ആവുമ്പം അത് തിരിച്ചിടുക. ഇപ്പോൾ ചൂടായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മളിപ്പം ഈ ഒരു വശം മറിച്ച് ഇടുക. നമ്മൾ കല്ലേൽ എണ്ണയൊന്നും പുരട്ടിയിട്ടില്ല. തേങ്ങയും ശർക്കരയ്ക്കകത്ത് കുറച്ച് നെയ്യ് ചേർത്തിട്ടുണ്ട്. അത് നമ്മുടെ ഓപ്ഷണലാണ്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് ചേർക്കാം. നെയ്യ് ചേർക്കണം നിർബന്ധമൊന്നുമില്ല. നെയ്യ് ചേർത്തൊരു സ്വാദുണ്ട്. തീർച്ചയായിട്ടും നെയ്യ് ചേർക്കുമ്പോൾ ഒരു സ്വാദം ഉണ്ടാവുമല്ലോ. ഏലക്കായും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മതി. പക്ഷേ കുറച്ച് ഏലക്ക ഇടുന്നതാണ് രുചി. ജീരകവും ഏലക്കായും ഒക്കെ നമുക്കൊരു സ്വാദ് കൂട്ടാമെന്നുള്ളതേ ഉള്ളൂ. 4 മണിക്ക് നല്ല, പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഇവിടെ നല്ല മഴ പെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇലയട ഉണ്ടാക്കി കഴിയണം തോന്നിയത്. ഇപ്പം നമ്മുടെ അട റെഡി ആയിരിക്കുകയാണ്. നല്ല മഴ പെയ്ത് അന്തരീക്ഷം കിടക്കുന്നു. ഇങ്ങനെ മഴ ഇപ്പം ഇങ്ങനെ ചെറിയ ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ മഴയത്ത് നല്ല ചൂടൊരു കാപ്പിയും ഈ ഇലയുടെയും കൂടെ കൂട്ടിയും കഴിച്ചാൽ ആഹാ ടേസ്റ്റി. ഓക്കെ, അപ്പോൾ പിന്നെ കാണാം. നമ്മുടെ അട റെഡി. പെട്ടെന്ന് എല്ലാം 5 മിനിറ്റിനുള്ളിൽ പരിപാടി കഴിഞ്ഞു അല്ലേ?